ഹലോ ഡിയേഴ്സ്, ഇന്നൊരു കുഞ്ഞു ലോഗാണ് കേട്ടോ. കുട്ടികൾ ഏറ്റവും എൻജോയ് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസിലേക്കാണ് ഇന്ന് പോകുന്നത്. ആ പ്ലേസ് എവിടെയാണെന്ന് അറിയോ? എക്സിബിഷൻ. എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? യെസ്, എനിക്കും എൻ്റെ കുട്ടികൾക്കും എക്സിബിഷൻ വിസിറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സെക്കൻഡ് ബേബിക്ക് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവൻ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ ഫേസിൽ എന്തൊക്കെ റിയാക്ഷൻ ഉണ്ട് എന്ന് എനിക്കിന്ന് നോക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലത്തെ 2 കിലോമീറ്റർ അടുത്താണ് ഇവർ എക്സിബിഷൻ വന്നിട്ടുള്ളത്. എന്തായാലും നമുക്കവിടെ പോവാം. അങ്ങനെ ഡിയേഴ്സ്, നമ്മൾ ബസ് സ്റ്റാൻഡ് വന്നു. അവിടുന്ന് നമ്മൾ നേരെ ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്ന പ്ലാൻ ഉള്ളത്. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ ക്രൗഡൊക്കെ കണ്ടില്ലേ, എന്തൊരു ലൈറ്റിങ്സ് ഒക്കെ ഇട്ടിട്ടോ ഭയങ്കര രസമല്ലേ രാത്രിയൊക്കെ യാത്ര ചെയ്യാൻ. ഒരു രക്ഷയില്ല കേട്ടോ ഇങ്ങനെയൊക്കെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രി ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് അവസാനമായിട്ട് നമ്മൾ എക്സിബിഷൻ എന്ന് റീച്ചായി. മെയിൻ എൻട്രൻസ് തന്നെ ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു. എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ബേർഡ്സാണ്. അതും വലിയ ഗരുഡ ബേർഡ്സ് എന്ന് പറഞ്ഞാലോ എല്ലാവരും നോക്കും. അതിൻ്റെ സൗണ്ടാണ് അവിടുത്തെ ഹൈലൈറ്റ്. എൻ്റെ കുട്ടികൾ ഷോക്കിലാണ് നോക്കുന്നത്. ചെറിയ മോൾക്ക് അത് ഫസ്റ്റ് ആയിരുന്നു ഇങ്ങനെയുള്ളൊരു കാഴ്ച കാണുന്നത്. ഇത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ എക്സിബിഷനും അതും രാത്രി ഇങ്ങനെയൊക്കെ വിസിറ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ ബ്രദർ ഉണ്ടാവും, ഇല്ലെങ്കിൽ ആരെങ്കിലും ഫാമിലിയിലുണ്ടാവും. പക്ഷേ ഇന്ന് ഞാനും ഉമ്മ കുട്ടികൾ മാത്രമാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ പ്രൊസീജിയർ ഒന്നും അറിയില്ല എന്താണെന്നൊക്കെ. അങ്ങനെ എന്തായാലും ഈ ഒരു എക്സിബിഷൻ്റെ ഉള്ളിൽ കയറുമ്പോൾ എൻട്രി ഫീസ് ഉണ്ടോ എന്ന് മനസ്സിലായി. അങ്ങനെ എൻട്രി ഫീസ് കൊടുത്തിട്ട് ഉള്ളിൽ പോകുമ്പോഴാണ് ഫുള്ള് പക്ഷികളെ ഒരു വീട്ടിലേക്ക് കയറിയ പോലെ ഒരു ഫീലാണ്. എല്ലാ രീതിയിലുള്ള പക്ഷികളെ ക്രൈം കേട്ടു. എന്തോ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹാപ്പി മൂഡാണ്. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഫസ്റ്റാണ് കേട്ടോ ഇങ്ങനെ നോക്കുന്നത്. എൻ്റെ കുട്ടികൾ വളരെ ഷോക്കായിരുന്നു. ഷോക്കിലാണ് എന്നോട് അത് നോക്കും മച്ചി, ഇത് നോക്കും മച്ചി എന്ന് പറയാണ്. ഞാൻ തന്നെ ആദ്യമായിട്ട് ഞെട്ടിപ്പോയി. കാരണം ഇത് ആദ്യമായിട്ടാണ് നമ്മളെ നാട്ടിൽ വരെ വരുന്നത് എന്ന് എനിക്ക് സംശയമാണ്. ഇതുവരെ ഞാൻ എവിടെയും ഇങ്ങനെയുള്ള പക്ഷികളെ കൂട്ടമുള്ള ഇവർ സീനറി കണ്ടിട്ടുണ്ടാവും. കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ഒരു കുഞ്ഞ് റെയിൻ ഷോ ആണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ് എനിക്കറിയില്ല. ഞാൻ സ്വന്തമായിട്ട് റെയിൻ ഷോ എന്ന് വെച്ചത്. അപ്പോൾ എനിക്ക് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ദുബായിലുള്ള അലൈനിലൊരു മോളിലാണ്. അതിൽ 30 മിനിറ്റ്സ് അവിടെ ഒരു റെയിൻ ഷോ ഉണ്ട്. ആ ഒരു റെയിൻ ഷോ നോക്കാൻ വേണ്ടി കാണാൻ വേണ്ടി ഒരുപാട് ക്രൗഡ് ആൾക്കാർ. അങ്ങനെ ഡിയേഴ്സ്, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് സെക്കൻഡ് സെക്ഷനിക്ക് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് റെയിൻ ഷോ കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലേ എന്തോ ഒരു രസമാണല്ലേ ഡിയേഴ്സ്. അങ്ങനെ ഇത് നടന്ന് മുന്നോട്ട് പോവാണ്. എനിക്കിതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ എന്തോ ഒരു വേറെ ഫീലാണ്. കാരണം ഇങ്ങനെ ഉള്ള ഒരു എക്സിബിഷനിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. കാരണം ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ കൂടുതലായിട്ട് ദുബായിലാണ് ചെയ്യുന്നത്. അതായിരിക്കും എൻട്രൻസ് ഫീസ് ഇവിടെ വെച്ചിട്ടുള്ളത് മേ ബി. ഓക്കെ, എന്തായാലും ഉമ്മ ഹാപ്പിയാണ്, കുട്ടികളും ഹാപ്പിയാണ്. പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് സെക്കൻഡ് സെക്ഷനിലാണ്. ഇവിടുന്ന് ഒരു 10 to 20 ഷോപ്സ് ഉണ്ടായിരുന്നു. നല്ല വൃത്തിയിലാണ് കേട്ടോ ഉള്ളത്. നല്ല ഒരു ക്രൗഡ് ഇല്ലാതെ ഒരു നല്ല കാമായിരുന്നു. എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങാവുന്ന ഒരു സ്ഥിതിയിലാണ്. എന്തെങ്കിലും വാങ്ങണം എന്ന് തോന്നുന്ന രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായതും. പിന്നെ കാണുമ്പോൾ തന്നെ എന്തെങ്കിലും വാങ്ങാം എന്നുള്ളത് തോന്നും. അങ്ങനെ എനിക്ക് ഫാൻസി ഐറ്റംസിലൊക്കെ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നേരെ ടോയ്സ് ഷോപ്പിൽ വന്നിട്ട് കുട്ടികൾ കുറച്ച് ഇത്തിരി ചെറുതായൊരു ടോയ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർക്ക് ടോയ്സ് വാങ്ങിയിട്ട് നേരെ പോകുന്നത് ഇന്ന് തിന്നാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു. ഇന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കാണുന്നത് അച്ചാർ. ഒരു 35 ഐറ്റംസ് അച്ചാറുണ്ടായിരുന്നു. വെളുത്തുള്ളി, ലെമണ്, സ്വീറ്റ് അച്ചാർ, ഡേറ്റ്സ് അച്ചാർ, പുളി അച്ചാർ, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള അച്ചാറുണ്ടായിരുന്നു. എല്ലാം കുറച്ച് ചോദിച്ച് ടേസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ വാങ്ങിയിട്ടുള്ളത് വെളുത്തുള്ളിയും പുളി അച്ചാറായിരുന്നു.
ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ് അച്ചാർ. പിന്നെ 90s കിഡ്സിൻ്റെ ഇവർ ചോക്ലേറ്റ്സ്, ഇത് കാണുമ്പോൾ കുട്ടിക്കാലത്ത് ഓർക്കാതിരിക്കില്ല. അത്രയും ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ ഐറ്റംസും മിസ്സ് ചെയ്യാതെ തന്നെ 90s കിഡ്സിൻ്റെ ഇവർ ചോക്ലേറ്റ് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. പാൻ മുട്ടായി, പിന്നെ ജേനുകൂട്, അങ്ങനെയുള്ള ഡിഫറൻസ് ഉള്ള മുട്ടായിസാണ്. അച്ചാറിൽ ടേസ്റ്റ് ചാകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്വീറ്റ് അച്ചാറും അതിൻ്റെ കൂടെ ഒരു ഈത്തപ്പഴ അച്ചാറും പിന്നെ അതിൻ്റെ കൂടെ നിന്ന് ഗാർലിക് അച്ചാറായിരുന്നു. പക്ഷേ കേരളത്തിൽ ഉണ്ടാക്കുന്ന അച്ചാർ ഗാർലിക് അച്ചാറിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നൊരു ടേസ്റ്റാണ്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ സ്കാരി ഹൗസാണ്. അതിൻ്റെ ഉള്ളിൽ പോയാൽ ഞാൻ തന്നെ തല കറങ്ങി വീഴും. പൊതുവേ എനിക്ക് ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്, പിശാചി എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ എവിടെ സ്കാരി ഹൗസിൻ്റെ ഉള്ളിൽ പോയാൽ തലക്കറങ്ങി വീണാൽ എൻ്റെ നോക്കാണ് എൻ്റെ പിടിച്ചു കൊണ്ടുപോകണം 6 പേരുമില്ലെന്ന് എനിക്ക് ഉറപ്പായി അറിയാം. അതുകൊണ്ട് സ്കാരി ഹൗസിൽ പോവാതെ നേരെ മുന്നോട്ട് നടന്നിട്ടാണ് നമ്മൾ 3rd സെക്ഷനിലുള്ള ആക്ടിവിറ്റീസ് ആൻഡ് ഫുഡ് ജ്യൂസ് കിട്ടുന്ന ഈ ഒരു സ്ഥലത്ത് വന്നു. അപ്പോൾ ഇവിടെ വന്ന് നോക്കുന്നതാണ് എന്താ ചെയ്യുക, വീഡിയോ എടുക്കണോ, എന്തെങ്കിലും കഴിക്കണോ, എന്തെങ്കിലും കുടിക്കണോ, എന്തൊക്കെ ആലോചിച്ച് കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരും ഉണ്ട്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ കയറുമോ എന്നൊക്കെ നോക്കുകയാണ്. ആരും കയറുന്നില്ല, എല്ലാവർക്കും പേടിയാണ്. ലാസ്റ്റ് ഇയറിൽ ഒരു എക്സിബിഷനിൽ ഒരു ആക്സിഡൻറ്റ് ആയിരുന്നു. കാരണം ഏതോ ഒരു ചെയിൻ പൊട്ടിയിട്ട് കുട്ടി താഴെ വീണിട്ട് പെട്ടെന്ന് തന്നെ മൗത്തായിരുന്നു കേട്ടോ, അതിന് മരിച്ചു. ആ ഒരു സംഭവം കൊണ്ട് ഇപ്പോൾ എല്ലാവരും പേടിക്കായിരുന്നു. അതുകൊണ്ട് ആരും ഇരിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവിടെ പോയിട്ട് ഒരു കാർ ഷോ ഉണ്ടായിരുന്നു, അതിലിരുന്നു. പിന്നെ അതിലൊക്കെ ഇരുന്നിട്ട് ഓർത്തതൊക്കെ ലാസ്റ്റ് ഇയറുള്ള സംഭവമായിരുന്നു. എന്തെങ്കിലും ഇതിൻ്റെ ചെയിനും തെട്ടോ എന്നുള്ളൊരു പേടിയായിരുന്നു. പിന്നെ എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു എന്തോ ഒരു പുക ബിസ്ക്കറ്റായിരുന്നു. അപ്പോൾ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ എന്താണ് നോക്കാമെന്ന്. പക്ഷേ ചോക്ലേറ്റ് ബിസ്ക്കറ്റായിരുന്നു. ഒരു ടൈപ്പ് ടേസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു പുകവലി പോലെയാണ്. ഇതൊക്കെ കഴിച്ച ശേഷമാണ് കേട്ടോ ഞാൻ അറിയുന്നത് അതൊക്കെ ഡേഞ്ചർ സംഭവമാണെന്ന്. കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് മൊജിറ്റോ കണ്ട് എന്തെങ്കിലും മൊജിറ്റോ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് മൊജിറ്റോ കുടിക്കാൻ വരുന്നത്. അപ്പോൾ ഞാൻ കൊച്ചിലൊക്കെ കുടിച്ച മൊജിറ്റോക്ക് 7up ഒക്കെ യൂസ് ചെയ്തിട്ടാണ് മൊജിറ്റോ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവർ സോഡ സർബത്തിലാണ് ഇവർ മൊജിറ്റോ ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഫ്ലേവറാണ് ഇടുന്നത്. പക്ഷെ എനിക്ക് അത്ര ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു മൊജിറ്റോ. പേരിന് മാത്രമായിരുന്നു കളേഴ്സൊക്കെ. ഓക്കെ, ഇനി കുട്ടിയെ പറയുന്നില്ല. എവിടെയെങ്കിലും ഈ വീഡിയോ കണ്ടാൽ ആൾക്ക് ഭയങ്കര സങ്കടമാവും. എന്തായാലും മൊജിറ്റോ വഹിച്ചപ്പോൾ പിന്നെ സോഡ സർബത്ത് വഹിച്ചു കൊടുത്തു. അതിൽ പിന്നെ ഒരു സ്പൂൺ ഇട്ടിട്ട് കുലുക്കി കലക്കി കൊടുക്കുമ്പോഴാണ് ആ ബ്ലൂ കളറൊക്കെ വൈറ്റ് കളറായി. കാരണം ലെമൺ പവറായിരുന്നു. അപ്പോൾ അയാൾക്ക് തന്നെ കണ്ടപ്പോൾ മനസ്സിലാവും ഇവർ മൊജിറ്റോ ആണ് വാങ്ങിയത് അല്ല ലെമൺ ജ്യൂസായിരുന്നു വാങ്ങിയതെന്ന്. അത് പോട്ടെ, സാരില്ല. അങ്ങനെ നേരെ മുന്നോട്ട് പോയപ്പോഴാണ് ഒരു ചെറിയ ഗുടുഗുട് പോകുന്ന ട്രെയിനാണ്. എന്തായാലും കുട്ടികൾ ഈ ട്രെയിനിൽ കയറണമെന്ന്. അപ്പോൾ എൻ്റെ ഉമ്മ പറയുന്നതാണ് സത്യമായിട്ട് നേരെയുള്ള ട്രെയിനിൽ നമുക്ക് പോവാം, മാംഗ്ലൂരിൽ നിന്ന് കേരള വരുന്നത്. കുട്ടികൾ ഇതേ ട്രെയിനിൽ പോകണമെന്ന്. പക്ഷേ ആ 2 ആളെ ഇരിപ്പിക്കുമ്പോൾ ട്രെയിൻ ഓട്ടുന്ന ആൾക്കൊന്ന് ടെൻഷനായി. ഈ കുട്ടികൾ എവിടെയെങ്കിലും ചാടിയാലോ സ്പീഡ് ഓട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഇരിപ്പിച്ചു. ഉമ്മ ഫ്രീ ആയിട്ടാണ് പോകുന്നത്, 2 ആൾക്ക് മാത്രമേ ടിക്കറ്റ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഉമ്മ ഭയങ്കര എൻജോയ് ചെയ്യും. എല്ലാ സ്ഥലത്തിൽ പോയാൽ അവർ സ്ഥലം മുതലാക്കാതെ വരില്ല. അതുപോലെ തന്നെയാണ് ഇവർ ട്രെയിനിൽ ഓട്ടും, എന്തിലിരിക്കാനും മടിയില്ല. വേണമെങ്കിൽ ഹോർസിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇരിക്കും. അങ്ങനെയുള്ളൊരു സ്വഭാവമാണ് എൻ്റെ ഉമ്മേണ്ടത്. ഭയങ്കര എൻജോയ്മെൻറ്റിൻ്റെ ആളാണ്, വളരെ ഹാപ്പിയാണ്. ആ ഒരു ഒറ്റ റീസൺ കൊണ്ടാണ് കേട്ടോ ഇന്ന് എനിക്കൊരു സിംഗിൾ മോം ആയിട്ടെങ്കിലും ഒരു സിംഗിൾ പേഴ്സൺ ആയിട്ടെങ്കിലും എനിക്കിന്ന് ഇത്ര ഒരു ഫ്രീഡം കിട്ടിയിട്ടുള്ളത്. എല്ലാത്തിനും എൻ്റെ ഉമ്മ ഒരു റീസൺ മാത്രമാണ്. അങ്ങനെ ഡിയേഴ്സ് ഫൈനൽ എല്ലാം എൻജോയ്മെൻറ്റ് ചെയ്തിട്ട് 8:30 ആകുമ്പോൾ എന്തായാലും രാത്രി ആകുമ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ 8:30 ആകുമ്പോൾ നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന്. എഗെയിൻ സെയിം നമ്മൾ അവർ ബേർഡ് സെക്ഷനായിട്ട് തന്നെ തിരിച്ച് വരണം. അങ്ങനെ നടന്ന് തിരിച്ച് വന്നു. അപ്പോൾ ഡിയേഴ്സ് ഇന്നത്തെ എൻ്റെ എക്സിബിഷൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ലോങ് വീഡിയോസാണ് ഞാനിന്ന് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലെ വ്ലോഗൊക്കെ ചെയ്യാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഡിഫറൻസ് രീതിയിലുള്ള കുക്കിംഗ് ട്രാവലൊക്കെ വ്ലോഗ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇനിയും വീണ്ടും വരണോ വേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസായിട്ട് തിരിച്ച് വരണോ വേണ്ടേ എന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് വീണ്ടും കാണാനുള്ളതാണെങ്കിൽ കാണും. ബൈ, സീ യു, ടേക്ക് കെയർ.